ജോസ് പ്രകാശേ, കറന്റ് ട്രെൻഡ് നിനക്ക് പിടികിട്ടിയോ? എന്താണ് ചേട്ടായി? മ്യൂസിക്കാണ്, മ്യൂസിക്. ഈ കഴിഞ്ഞ ഇലക്ഷനിലൊന്നും നമ്മൾ പച്ച തൊടാതിരുന്നത് വീര്യം പകരുന്ന ഗാനങ്ങളില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ വരുന്ന ഇലക്ഷനിൽ സംഗീതമായിരിക്കും നമ്മുടെ മാരകായുധം. അതും ശരിയാണ്. മറ്റോമാർക്ക് ഒരുപാട് വിപ്ലവ ഗാനങ്ങളുണ്ട്, നമുക്കാണെങ്കിൽ ഒരു ലളിതഗാനം പോലും ഇല്ല. കറക്റ്റ്. നമ്മുടെ ഈ ഭജനിലൊന്നും വലിയ കാര്യമില്ല. യൂത്തിന് അതൊന്നും പിടിക്കില്ല. കേട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് പാർട്ടിയിൽ ചേരണം. ഒരു മിനിറ്റ്, പ്രകാശം പരക്കട്ടെ. പോയോ ചേട്ടായി? ആ വല്ലാർപ്പാടത്തെ പ്ലോട്ടും പോയി. അയ്യോ, അതും പോയോ? അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മ്യൂസിക്. കൊച്ചിയുടെ യുവജനങ്ങളുടെ സിരകളിലേക്ക് നമ്മൾ മ്യൂസിക് ഇഞ്ചക്ട് ചെയ്യണം. മസ്തിഷ്കത്തിൽ ഒരു പ്രകാശ വിസ്ഫോടനം നമ്മൾ സൃഷ്ടിക്കണം. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. അല്ല, എന്താ പരിപാടി? ഒന്നുമില്ല, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതല്ലടാ ഭാവി പരിപാടി. ഓ, മനസ്സിലായി. ഫ്യൂച്ചർ പ്ലാൻ. ആർജ് വിജയ് സിംഗ് തന്നെ. ലൂക്ക, നിന്റെയോ? ഒരു പുതിയ കോസ്റ്റ് ചെയ്താലും ഒന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചോ. ഇതല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ബാൻഡ് മേളപ്പല്ലേ? ഉണ്ട്. പാർട്ടിക്കൊരു പാട്ട് വേണം. നിങ്ങളുടെ ടൈപ്പ് മതിന്നേ. നോക്കാം, പക്ഷേ ക്യാഷ് വേണം. നല്ല ചിലവുള്ള. അത് വകയിരുത്താം. അതൊന്നും പറ്റൂല, ക്യാഷ് വേണം. എടാ, വകയിരുത്താന്ന് പറഞ്ഞ ക്യാഷ് തരുന്ന് മനസ്സിലായില്ലേ? അങ്ങനെ പ്രകാശ് കോൺഗ്രസിലേക്ക് ആളുകൾ ഓടി വന്ന് ചേരാനായിട്ട് ഞങ്ങൾ പാട്ടുണ്ടാക്കി തുടങ്ങി. മീൻവൈൽ പ്രകാശ് ബ്രദേഴ്സ് അപ്പാപ്പൻ്റെ ഒരു സ്റ്റാച്ചുവിന് വേണ്ടി ഉപവാസ സമരം നടത്തുകയായിരുന്നു. സ്വന്തം പിതാവിനെ ആദരിക്കാത്തവർ ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാനാണ്? ലക്ഷോപലക്ഷം പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ നടക്കുന്ന ഈ അവകാശ സമരം കണ്ടില്ലെന്ന് നടിക്കരുത്. അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിക്കാതെ പ്രകാശ് കോൺഗ്രസ് അടങ്ങുമെന്ന് ഇവിടെ ആരും വ്യാമോഹിക്കണ്ട. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. പക്ഷേ കറണ്ട് മേയറും BDF നേതാവുമായിരുന്ന കോതാർ ദാസിന് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരു പുജ്ഞ വരുന്നു. രാജാവായി നീ വേണം, തുഗ്ലന്മാരോ നിന്റെ രാജ്യം മുടിച്ചിടും മുൻപേ വേണം. വാഴാനായി നീ വേണം, കേഴുന്നോരീ നാട് കോഴക്കാർ വാങ്ങിയിടും മുൻപേ വേണം. എന്തോന്നടാ ഇത്? ഇതാണോ യൂത്ത്? ഇതിലെവിടെ ഒരു വീര്യം? ജോസേ, നീ ആ പട്ടം നോക്കി. ഇത് അവിടെ കിട്ടണം. കണ്ട, നീ 25,000 കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇത് 500 രൂപയാണ്. എങ്ങനെയുണ്ടോ നോക്കി. പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം ആ വീട്ടിൽ നിൽക്കണ്ടേ? ആ കൊച്ചിയല്ലേ, മെട്രോ വരികയല്ലേ, ആദ്യത്തെ ട്രെയിനിൽ തന്നെ കയറണം. പിന്നെ ആനിന് ഇവിടെ വർക്കായല്ലോ. വന്നല്ലോ മണ്ടൻസ്. ആരിത്? ലൂക്കാച്ചനോ? ചെറുപ്പത്തിലുള്ള മുഖം ഊതി വീർപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. താടിക്കാരൻ അങ്കിൾ, താടിക്കാരൻ ആന്റി. യെസ്, ആൻ മേരി താടിക്കാരൻ റിട്ടേൺസ്.
യു. ഇവള് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. അയ്യോ അല്ലമ്മച്ചി, അവളിപ്പോ തടി കുറച്ചതല്ലേ. ലൂക്ക എന്നാ മിണ്ടാണ്ടിരിക്കുന്നേ? ഈ ലൂക്കാച്ചാനല്ലോ, പണ്ടൊരു ദിവസം വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന മാങ്ങ മുഴുവൻ എടുത്ത് തിന്ന്. അത് എന്നാ മാങ്ങടി? ബെഗനപ്പള്ളി മാങ്ങ. ആടകരപ്പള്ളി. എൻ്റെ അമ്മയെ അത് തിന്ന് തൂറിയ ട്രൗസറിലൊക്കെ ആക്കി മുഴുവൻ. എന്നാ ആലോചിക്കുമ്പോ ചിരി വരുന്നു. വേണ്ട ആന്റി, ഇതൊക്കെ കഴിച്ചാൽ എന്റെ ഡയറ്റ് പ്ലാൻസ് കംപ്ലീറ്റ് തെറ്റും. കുറച്ച് കഴിച്ചു മോളെ, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയാറുണ്ട്, പക്ഷെ ഇവളുടെ വിൽ പവർ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ. ഗുഡ് മോളെ, ഗുഡ്. വിൽ പവർ ഷോസ് ക്യാരക്ടർ. താങ്ക് യു അങ്കിൾ. ഇനി എന്നാണാവോ ലൂക്ക അഡ്വക്കേറ്റ് ലൂക്ക ആവുന്നത്? അതിനവൻ LLB പകുതിക്കിട്ട് പോകുന്നില്ലേ? അയ്യോ, ഈ സണ്ണി പിന്നെ ഞങ്ങൾ എപ്പോഴും TV കാണാറുണ്ട്. വലിയ BJ അല്ലേ? BJ PJ അല്ലാണ്ട് VJ, വീഡിയോ ജോക്കി. ഓ, ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ. ദേ, ആന്റിക്കും അങ്കിളിന് നീ ആ TV പാടുന്ന പാട്ടൊന്ന് പാടിത്തരാവോ? എടാ, ഒരു എപ്പിസോഡ് എന്നാ റേറ്റ് കിട്ടും? ദാറ്റ് ഡിപെൻഡ്സ് അങ്കിൾ. അതല്ല, റെഡി ക്യാഷ് എത്ര കിട്ടുമെന്ന്. കാശിന്റെ കാര്യം ചോദിച്ചപ്പോ അവൻ അപ്പടെ ഒരു തപ്പല്. അല്ല, കോർപ്പറേഷൻ ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, ഈ പ്രാവശ്യമെങ്കിലും കവിഞ്ഞ് വീഴോ? ഇത്തവണ ഞങ്ങൾ പ്രകാശം പരത്തും. ഓ ഓ, ഓ, ഓ. ജോൺ പ്രകാശും ജോസ് പ്രകാശും അതിനുള്ള അടിവേലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സമ്മതിച്ച്, ജയിച്ചാ ഭാഗ്യം. താങ്ക് യു. മതി. ലൂക്കച്ച, നമ്മുടെ അന്നത്തെ സീക്രട്ട് ഇപ്പോഴും സീക്രട്ട് അല്ലേ? മിക്കി മൗസ്. യെസ്. My love, you're my Panchasara. My love, you're my Panchasara. ആരത്? പതിവ് പോലെ പിറ്റേ ദിവസവും അവൻ സ്വന്തം കൂർക്കം വലിയായിട്ട് ഞെട്ടി ഉണർന്നു. Thanks for keeping the secret. Love and titty hugs, Anne.